നമ്മള് ചെറുപ്പം മുതലെയൊക്കെ കാണുന്നൊരു കാര്യമാണ്. ഓരോരുത്തരും അവരവർക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. പലപ്പോഴും നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള സംഘടനാപരമായിട്ടും ഒക്കെ നമ്മുടെ റിലവൻസ് എന്താണ്, നമ്മൾ ഈ സമൂഹത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നിടത്താണ് സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സോ ഒരുപാട് സന്തോഷം. ഇന്നത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ ടോപ്പിക്കില് ഇതിന്റെ ഒരു കോസ്റ്റിനെ കുറിച്ചൊക്കെയാണ് സംസാരം അല്ലെ ഇന്നത്തെ ദിവസം. അതെ. അപ്പോ ഞാനും നമ്മുടെ സിസ്റ്റേഴ്സിന്റെ അടുത്തും കസിൻസിന്റെ അടുത്തും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്കൊക്കെ ജനറലി ഉള്ള ഒരു തോന്നലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നമുക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ ക്യാൻസറിനെ എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. അതുവരെ അപ്പുറത്തെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം പോലെയാണ് എല്ലാവരും ക്യാൻസറിനെ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബോധവൽക്കരണം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം വരുമ്പോഴാണ് ഇതിന്റെ കോസ്റ്റ് നോക്കുമ്പോൾ വളരെ ചെറിയ കോസ്റ്റാണ്, വളരെ ചെറിയ കോസ്റ്റ്. ആ കോസ്റ്റ് സ്പെൻഡ് ചെയ്യാൻ പലപ്പോഴും പലർക്കും ഇല്ലാത്തത് കൊണ്ടല്ല, ഇതിനെ ഒരു ഭയപ്പാടോടു കൂടി കാണുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ വേണ്ടിയൊന്നും മെനക്കെടാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെയൊക്കെ ഇപ്പൊ ഞങ്ങള് അമ്മയിലെ കാര്യങ്ങൾ തന്നെയാണെങ്കിലും എല്ലാ മെമ്പേഴ്സിന്റെ അടുത്തും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇത് സംസാരിക്കുകയും നമ്മളെല്ലാം പോയി കൃത്യമായിട്ട് ഒരു ടീം പോലെയൊക്കെ ചെല്ലുമ്പോൾ ഇതിന്റെ ഒരു ടെൻഷനൊക്കെ ഒന്ന് കുറയുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇതിന്റെ ഒരു പലപ്പോഴും പലരെയും മാറ്റി നിർത്തുന്നത് ഇതിന്റെ ഒരു സാമ്പത്തിക സൈഡ് ആയിരിക്കണമെന്നില്ല, ഒരിക്കലുമല്ല. കാരണം ഇതിന്റെ ചെറിയ പൈസയാണ്. ലൈഫിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു ഉത്തരവാദിത്വം. നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ പറയുന്ന പോലെ നമ്മുടെ ഓരോ എക്സ്പെൻസിനെയും അത്യാവശ്യം, ആവശ്യം, ആഡംബരം, അനാവശ്യം എന്നൊരു 4 കാറ്റഗറിയിൽ ചെയ്ത് നമ്മൾ ഇതിന്റെ കോസ്റ്റ് ഫാക്ടറിനെ സമീപിച്ചാൽ എന്റെ വീട്ടിലെ സ്ത്രീകൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അറിയാവുന്ന ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ സാധ്യതകൾ ഉണ്ടോ, അല്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം മനസ്സിലേക്ക് വരുമ്പോൾ ഐ തിങ്ക് ദ കോസ്റ്റ് ഫാക്ടർ നോക്കുമ്പോൾ അത്യാവശ്യത്തിൽ പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഇത് പിന്നീടേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഒരു ഒരു ഹോം ബഡ്ജറ്റിൽ പോലും 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ മാൻഡേറ്ററി ആയിട്ട് നടക്കേണ്ട ഒരു ടെസ്റ്റാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ള ഓർഗനൈസേഷൻ, ഇപ്പൊ സ്വസ്തി ഫൗണ്ടേഷനും IRI ഒക്കെ വളരെ ഉത്സാഹത്തോടുകൂടി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടും, പിന്നെ എനിക്ക് മുൻപേ സംസാരിച്ചിട്ടുള്ള 10-27 ദിവസങ്ങളായിട്ട് മലയാള സിനിമയിലെ പല പ്രമുഖരും വന്ന് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിന്റെ ഒരു ന്യൂസ് വാല്യൂ അത്യാവശ്യത്തിനായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും ഇടവരട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹമുള്ള നല്ല സംഘടനകൾ ഉള്ളതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദനം IRIക്കും സ്വസി ഫൗണ്ടേഷനും ഒക്കെ അമ്മയുമായി ഇങ്ങനെ ഒരു വലിയ ഇവന്റിൽ സഹകരിക്കുന്നതിനും സന്തോഷം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും മാറി നിങ്ങളുടെ ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്ന് അതിനു വേണ്ടിയുള്ള നമ്മുടെ പൂർണ്ണ പിന്തുണ. പിന്നെ ഇത് ഓരോ ഇനീഷ്യേറ്റീവും തുടങ്ങുന്നത് മാത്രമല്ല, നമുക്കത് നിലനിർത്തിക്കൊണ്ടു പോകും. ഇനിയുള്ള ദിവസങ്ങളിലും ഒരു ഒക്ടോബർ മാസം മാത്രം പിങ്ക് മന്ത് ആയിട്ട് ആചരിക്കുന്നിടത്ത് നമ്മളുടെ ഒരു ലക്ഷ്യം ഒരു ആരോഗ്യകരമായ ഒരു സ്ത്രീ സൗഹാർദ്ദപരമായ ഒരു തലമുറ നമുക്കിവിടെ ഉണ്ടാവില്ല. ഇത് ഇറ്റ്സ് എൻ ഓൺഗോയിങ് പ്രോസസ്. ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുന്നു, എൻ്റെ വൈഫിനെ ഓർക്കുന്നു, എൻ്റെ സഹോദരങ്ങളെ ഓർക്കുന്നു. എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഇവർ സ്വന്തം കാര്യം വരുമ്പോൾ ഇതെല്ലാം മറക്കും. ഒരു അമ്മയ്ക്ക് വീട്ടിൽ പനി വരാറില്ലല്ലോ. കാരണം അമ്മയ്ക്ക് പനി വന്നാൽ വീട്ടിലെ കാര്യം പണിമുടക്കാവുമല്ലോ എന്ന് അറിയാവുന്ന അമ്മയ്ക്ക് പനി വരാറില്ല. അത് തന്നെയാണ് അതിന്റെ ഒരു നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കേണ്ടത്. കുടുംബത്തിലെ ഓരോ സ്ത്രീകളെയും നമ്മൾ കാര്യമായി ഗവനിക്കേണ്ടതും അത് അവരായിട്ട് ഇങ്ങോട്ടത് പറയില്ല. ഒരു സ്ത്രീയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് വേണമെന്നോ, നിങ്ങൾ അതിനു വേണ്ടി എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നോ, അല്ലെങ്കിൽ ഞാനൊന്ന് പോവുകയാണെന്നോ ഇവര് പറയില്ല.
നമ്മുടെ കുടുംബത്തിലുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇനീഷ്യേറ്റീവ് എടുത്ത് കൈയോടെ പിടിച്ചു കൊണ്ടുപോകണം. ഞാൻ എന്റെ വൈഫിനെയും കൊണ്ട് പോയതാ, അപ്പൊ എനിക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട്. എന്താ ഇപ്പൊ എന്റെ ആവശ്യം, ഒരു കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെയല്ല, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിലേ തന്നെ നമുക്കത് മാറ്റാലോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകുന്ന നല്ല ആ, ഒരു സമീപനം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളുടെ അടുത്ത് ഉണ്ടാവട്ടെ. അതിനുള്ള ഒരു വലിയ തുടക്കം സുസി ഫൗണ്ടേഷന്റെയും ARAയുടെയും മുഴുവൻ ഡോക്ടേഴ്സിനും നിങ്ങളുടെ ടീമിനും ഒക്കെ ബിഗ് സല്യൂട്ട്. കീപ് ഡൂയിങ് ദിസ് വണ്ടർഫുൾ പ്രോഗ്രാംസ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അമ്മയിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ആലോചിക്കുന്നുണ്ട് ഇതിന്റെ തുടർ നടപടികളിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സെമിനാർ ഞാനും കേൾക്കാൻ, ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് ഞാൻ അതിനകത്ത് ഉണ്ടാവും. ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ത്രൂ വാട്ട് എക്സാക്ട്ലി യു ഗൈസ് ആർ ഡിസ്കസിങ്.